ചുമ്മാതൊന്ന് പുറത്തോട്ട് പോകാനൊരു പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി റെഡിയായി. ഡെലുവിനെയും നല്ല ഉറക്കിക്കിടത്ത് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകാൻ. അങ്ങനെ അനന്ത് വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു. ബൈ അത് ഞങ്ങളുടെ പുതിയൊരു മെമ്പറാണ് കേട്ടോ. അനന്ത് കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുന്നത് നോക്കിക്കൊണ്ട് പൂമുഖവാതിക്കൽ കാത്തിരിക്കുന്നൊരു സ്നേഹനിധിയായ ഭാര്യയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തിനാ പുറത്ത് കൊണ്ടാൻ ഫുഡ് മുഖ്യം. അങ്ങനെ ചെറുക്കാൻ വരുന്നതെന്ന് നോക്കിക്കൊണ്ട് ഞാൻ നിന്ന് അങ്ങനെ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ച് അകത്തോട്ട് കയറി അനന്തു. ഇനി അനന്ത് വന്നത് ഫ്രഷപ്പ് ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേർ ഇറങ്ങി കേട്ടോ. ഡെലോ നല്ല ഉറക്കമാണ്. എൻ്റെ പ്രാർത്ഥന വന്നു കഴിഞ്ഞിട്ടേ എണീക്കാവുള്ളതെന്നാണ്. നേരെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള പോർച്ചുഗലിൽ പോയി. എന്തായാലും ഷവർമ്മ കഴിക്കണം എന്ന് പറഞ്ഞുള്ള പ്ലാനിലാണ് പോയത്. അവിടെ ഷവർമ്മയില്ല, കാരണം ചെന്നത് 10 മണി കഴിഞ്ഞാണ്. അപ്പോൾ പിന്നെ കാണത്തില്ലല്ലോ ഏത്. അങ്ങനെ കഴിക്കണം എന്നുള്ള അതിയായ മോഹം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടേ തിരിച്ചു വരാവും. അത് നമ്മുടെ പ്രതിജ്ഞയായിട്ട് നമ്മളെടുക്കും. അതുകൊണ്ട് നേരെ അടുത്ത കടയിൽ പോയി ഐസ്ബർഗിൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മെനുവിൽ ഷവർമ്മ ഉണ്ടോയെന്നാണ് ആദ്യം ഞങ്ങളുടെ കണ്ണു പോയത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ നേരെ അകത്തോട്ട് കയറി ചെന്നു. നമ്മുടെ സീറ്റ് കിട്ടണമല്ലോ. തിരക്കൊക്കെ കാണുമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് രാത്രി ആയതുകൊണ്ടാവും വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അങ്ങനെ അനന്ത് നേരെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊക്കെ തിരക്കിയിട്ട് ഞങ്ങൾ പോയി നേരെ സീറ്റിലിരുന്നു. അകത്തോട്ടൊക്കെ വേണേൽ നമുക്ക് പോയി ഇരിക്കാം. പക്ഷെ ഞങ്ങൾ പ്രകൃതി രമണീയമായിട്ട് അങ്ങോട്ട് ഇരിക്കണമെങ്കിൽ ചേർന്നതുകൊണ്ട് ഞങ്ങൾ ആ വെളിയിലുള്ള സീറ്റിൽ തന്നെ അങ്ങോട്ടിരുന്നു. അങ്ങനെ ചുറ്റും ഒന്ന് നിരീക്ഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ ഷവർമ്മ വന്നു. അങ്ങനെ പ്ലേറ്റ് ഷവർമ്മയും ഫ്രഷ് ലൈമുമായിരുന്നു നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഫ്രഷ് ലൈം പതുക്കല്ലേ വരത്തുള്ളൂ. നമ്മുടെ ഷവർമ്മ ആദ്യം തന്നെ കിട്ടി. ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് പിന്നെ ഷവർമ്മ തട്ടി അകത്താക്കാൻ അങ്ങ് തുടങ്ങി. ഒന്നും നോക്കിയില്ല, അടിപൊളി ഷവർമ്മയായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ഐസ്ബർഗിൽ ഫസ്റ്റ് ടൈമിലാണ് കയറുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് എന്തായാലും ഫസ്റ്റ് ട്രൈ ഈസ് ദ ബെസ്റ്റ് ട്രൈ എന്നായിരുന്നല്ലോ. അടിപൊളി സാധനമായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. അങ്ങനെ ഫുഡ് അടിച്ച് തട്ടി അകത്താക്കിയിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വിശാലമായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഡെലു വിളിച്ചില്ലല്ലോ, അമ്മ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചു. കാരണം സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വിളി ഉള്ളതാണ്. പക്ഷെ അത് കണ്ടില്ലെന്ന്. എന്തായാലും അവൾ ഇനിയിട്ടുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് തട്ടി. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോയി കൈ കഴുകി. അതൊക്കെ ഒരു ചടങ്ങാണ്. എങ്കിൽ പോലും പോയി കൈയൊക്കെ കഴുകി സെറ്റായിട്ട് അനന്ത് ബില്ലൊക്കെ അടച്ചു. ഞങ്ങളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഹെൽമെറ്റൊക്കെ ധരിച്ച്, ഹെൽമെറ്റ് മുഖ്യം ബിഗില്, ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ട് തിരിച്ച് പോവാണ് ഗൈസ്. വീട്ടിൽ ചെന്നപ്പോഴേക്ക് ഒരു 11:15 11:30 ആയി. ഡെലു എണീറ്റ് കാണുമോ എന്നുള്ള ചിന്തയിലാണ് ചെന്നത്. എന്തായാലും ഡെലു എണീറ്റില്ല. ഡെലു നല്ല സുഖം ഉറക്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.